ഇവിടെ 10 ദ്രഹ്മയെ കുറിച്ചാണ് അല്ലേ? അതിൽ ഒരെണ്ണമാണ് എന്ത് ചെയ്തത്? പോയത്. അതിന്റെ ഏറ്റവും അവസാന പാരഗ്രാഫ്, പഴയ ബൈബിളിലൊക്കെ ഒരു പാരഗ്രാഫ് തിരിച്ച് പറഞ്ഞിട്ട് അതിന്റെ അവസാനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിൽ അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ എന്തുണ്ടാവും? സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനു മുൻപ് ആ അധ്യായത്തില് ഒരു ഉപമയുടെ കർത്താവ് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഉപമയുടെ പേര് നമുക്കെല്ലാം അറിയാവുന്ന, ഒരാളിന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്നിനെ കാണാതെ പോയി. ഇവിടെയെല്ലാം ഓരോന്നെന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. ഇതിന്റെ എല്ലാം അവസാനത്തിൽ പറഞ്ഞു, ഈ ഉപമയുടെ അവസാനത്തിൽ പറയുന്നത് അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗം എന്ത് ചെയ്യും? അധികം സന്തോഷിക്കും. അപ്പൊ നോക്കിയേ, ഇത് ആരെ കുറിച്ചാ പറയുന്നത്? ഒരു പാപിയെ കുറിച്ച് അല്ലേ? നോക്കിയേ, 10 എണ്ണം ഉണ്ടായിരുന്നു, അതിൽ ഒന്നേ എന്ത് ചെയ്തുള്ളൂ? പോയുള്ളൂ പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറയട്ടെ, ഈ 10 എണ്ണം ആരുടെ ആയിരുന്നു? അല്ലല്ല, ഒരാളിന്റെ ആയിരുന്നു അല്ലേ? നിങ്ങൾ ചിന്തിച്ചേ, ഈ 10 എണ്ണം ഒരാളിന്റെ ആയിരുന്നു. 100 ആട് എത്ര പേരുടെ ആയിരുന്നു? ഒരാളെ ആയിരുന്നു അല്ലേ? ഇതിനകത്തു നിന്നാണ് ഏത് പോയത്? ഒന്ന് വെച്ച് പോയത് അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഇത് ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഫലത്തിൽ ഏതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെന്താ? അതൊരു നഷ്ടം തന്നെയാണ്, അതൊരു കുറവാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കും, നീ ഏതിൽ വീണിരിക്കുന്നു എന്ന്. അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏതോ ഒന്നിൽ നീ എന്ത് ചെയ്തു? വീണുപോയി. ആ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് നീ അതിൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വരികയും എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? ഞാൻ പറഞ്ഞത് നല്ലൊരു ടോപ്പിക്കാണ് ഗ്ലാഡിസ് എടുത്തത്. ദൈവം പൈതലെ അനുഗ്രഹിക്കട്ടെ. ഗ്ലാഡിസ് വിഷമിച്ചിരിക്കുന്നു. ഓക്കെ, നല്ല ഒരു ടോപ്പിക്കാണ്. കുഞ്ഞുങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. നിങ്ങളൊരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഒരു ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പൊ ഇന്നിവിടെ 3 ഭാഗമായിട്ടാണ് ഗ്ലാഡിസ് എന്ത് ചെയ്തത് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ഒന്ന് പിന്നെ അന്വേഷിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ, ഈ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താന്ന് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ? ഏറ്റവും വലിയ തിരിച്ചറിവാണ് ചോദിച്ചത്. യെസ്, നമ്മളെ അറിയുന്നതാ ഏറ്റവും വലിയ തിരിച്ചറിവ്. നമുക്ക് ആർക്കെങ്കിലും നമ്മളെ അറിയാൻ പറ്റുമോ? നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഉണ്ടോ? നമ്മൾ പെർഫെക്റ്റാ നമ്മുടെ നോട്ടത്തില് അല്ലേ? ഈ നമ്മുടെ കുറവ് കാണുന്നത് മറ്റൊരാളാണ്. ഞാനിവിടെ നോക്കുമ്പോ ജസ്റ്റിനാള് ശരിയല്ല, ജസ്റ്റിന്റെ പോക്ക് ശരിയല്ല അല്ലേ? ജസ്റ്റിന് അവിടെ ഇരുന്നുകൊണ്ട് റോഹിച്ചാന്റെ ഇരിപ്പ് ശരിയല്ല, നിപ്പ് ശരിയല്ല, വർത്താനം ശരിയല്ല. പക്ഷെ നമ്മൾ അംഗീകരിക്കൂ? അംഗീകരിക്കോ റോഹിച്ച? കാരണം നമ്മളെന്താ
പെർഫെക്റ്റാ. അപ്പൊ നമ്മളെ അറിയുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. ദൈവത്തെ അറിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ദൈവത്തെ അറിയണം, ദൈവത്തെ അനുസരിക്കണം, ദൈവ കൽപ്പന പ്രമാണിക്കണം, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ 39 സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, എന്റെ തെറ്റുകളെ എനിക്ക് നീ എന്ത് ചെയ്യണം? ഗ്രഹിപ്പിച്ചു തരണം. വേറെ ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? അതിന്റെ അർത്ഥം എന്താ? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നതിന് കാരണം എന്താ? ആരും ഗ്രഹിക്കും. നമ്മുടെ തെറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയാൻ നമ്മൾ പറ്റത്തില്ലെന്നല്ല, നമുക്ക് ആഗ്രഹമില്ല. കാരണം നമ്മളെല്ലാം എന്താണ്? പെർഫെക്റ്റ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പൊ നോക്കിയേ, 39 സങ്കീർത്തനത്തിൽ ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ തെറ്റുകളെ ഒന്ന് ഗ്രഹിക്കാനുള്ള കൃപ നീ എനിക്ക് തരണം, അല്ലേ? 39 സങ്കീർത്തനം വായിച്ചേ. എന്റെ 39 വിഷയം ഒന്ന് വായിച്ചേ. ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം പൊങ്ങി വന്നു, എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ജ്ഞാനത്തിന് തീ കത്തി. ഞാൻ നാവെടുത്തു. യഹോവേ, എന്റെ അവസാനത്തെയും എന്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നമ്മുടെ എല്ലാം ചിന്ത നമ്മൾ 110 വയസ്സ് വരെ ഇവിടെ ജീവിച്ച് ഇരിക്കും. നമുക്ക് ഒരു അസുഖം വരത്തില്ല, നമുക്ക് അറ്റാക്ക് ഉണ്ടാകത്തില്ല, നമുക്ക് അസുഖമൊന്നും വരത്തില്ല, ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ദാവീദ് എന്നാ പറഞ്ഞേക്കുന്നത്? ഞാൻ എത്ര ക്ഷണി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? ക്ഷണികൻ. ഒരു ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ക്ഷണനേരം കൊണ്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ നമ്മള് ഇല്ലാതാകുമെന്ന്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ തന്നെ സങ്കീർത്തന ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. ആര് ഓർക്കുന്നു? കർത്താവ് ഓർക്കുന്നു. കർത്താവ് ഓർത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളോട് പറയുക, ലിപ്സ നീ വെറും പൊടിയ എന്ന് പറഞ്ഞുള്ള അവസ്ഥ ഒന്ന് ഓർത്തു പോയി. ഞാൻ പൊടിയിലേക്ക് ചേരും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റത്തില്ല. പൊടിയാന്നല്ല പറയാൻ പറ്റൂ. നിങ്ങൾ പറയാ വാസ അങ്ങ് പൊങ്ങണ്ട, നിങ്ങൾ പൊടിയാന്ന് പറഞ്ഞാല് തീർന്നു. നോക്കിയേ, പക്ഷെ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുക, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. കണ്ടോ? കാരണം എന്താ? നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. കാരണം എന്താ? നമ്മുടെ പൊടിയെന്താ ഉണ്ടാക്കിയത്. അപ്പൊ ഉണ്ടാക്കിയവര് മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ അവസ്ഥ, അല്ലേ? അതുകൊണ്ട് അമർന്നിരിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ച വന്നത്? ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീ വീട് മൊത്തം എന്ത് ചെയ്തു? അടിച്ചു വാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സെർച്ച് ചെയ്തു, എവിടെയാണ് ഇത് പോയത്, എവിടെയാണ് എനിക്ക് വീഴ്ച വന്നത്. 100 ആടുള്ള ആള് 99 വിട്ടേച്ച് പോയി. എന്ത് ചെയ്തു? നോക്കി, ഈ ഒരെണ്ണം എവിടെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്? എന്റെ പ്രവൃത്തിയിലാണോ, എന്റെ വാക്കിലാണോ, എന്റെ ഇടപാടുകളിലാണോ, ദൈവവചനവുമായിട്ടുള്ള വിഷയത്തിലാണോ? എവിടെയാണ് എനിക്ക് വീഴ്ച വന്നത്? എവിടെയാണ് എന്റെ നഷ്ടം സംഭവിച്ചത്? അത് സെർച്ച് ചെയ്തു, അതിനെ തിരികെ പിടിച്ചു നമ്മൾ എഴുതിയേക്കുന്നത്, അല്ലേ? പുള്ളി പോയി 100 ആടിനെ എന്ത് ചെയ്തു? 99 വിട്ട് ഒരെണ്ണത്തിനെ പോയി എന്ത് ചെയ്തു? കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ഈ 10 ദ്രഹ്മയിൽ ഒത്തു പോയ സ്ത്രീ എന്ത് ചെയ്തു? ആ പോയതിനെ സെർച്ച് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇവിടെയാണ്
അതിനെയാണ് മാനസാന്തരം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന വാക്യം നിങ്ങളുടെ സാക്ഷ്യമാണ്. ഇവിടുത്തെ മനസ്സിലായ? ഒന്നുകൂടെ ഞാൻ പറയുവാണ്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ ദൈവവചനം ഇന്ന് നിങ്ങൾ ദൈവസഭയിൽ പറയുന്ന നിങ്ങളുടെ സാക്ഷ്യമാണ്. ഓക്കെ? അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു അപേക്ഷയായിട്ട് പറയട്ടെ, അറ്റ്ലീസ്റ്റ് ഞായറാഴ്ച രാവിലെ ഇവിടെ വരുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ വായിച്ച് ഒരു വാക്യം നിങ്ങൾ ദൈവസഭയിൽ എടുത്ത് പ്രാർത്ഥിച്ചു വേണം എന്ത് ചെയ്യുന്നത്, വരേണ്ടത്. അതിന്റെ ഗുണം എന്താണെന്നറിയോ? നിങ്ങൾ പ്രാർത്ഥിച്ച് എടുക്കുന്ന ആ വാക്യം ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു അനുഭവമായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും നിങ്ങൾ ആ പറയുന്ന വാക്യം കേൾക്കുന്ന ചിലരെ ബലപ്പെടുത്താനിടയാവും. മനസ്സിലായോ? എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില വാക്യങ്ങൾ കേൾക്കുമ്പോഴേ എനിക്ക് തന്നെ അറിയാതെ ഒരു ബലം എൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഉണ്ടാകാനിടയാവും. അതാണ് നമ്മൾ പറയുന്ന ഒരു സാക്ഷ്യം. ഒരു സാക്ഷിയെ എന്ത് ചെയ്യും? സാക്ഷ്യത്തെ എന്ത് ചെയ്യും? ഉളവാക്കും. എന്ന് പറഞ്ഞാൽ ഞാൻ വേദനയോടെ ഭാരത്തോടെ ഇവിടെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് റോച്ചാൻ ഒരു വാക്യം പറയുന്നു. പെട്ടെന്ന് ആ വാക്യം എൻ്റെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്യും. ഞാൻ വേദനിച്ചിരിക്കുന്ന ആ വിഷയത്തോടുള്ള ബന്ധത്തിലായിരിക്കും ആ വാക്യം കേൾക്കുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മൾ പരസ്പരം നമ്മൾ പ്രാർത്ഥിച്ചെടുത്തുകൊണ്ട് വരുന്ന വചനം നമ്മൾ ചിലപ്പോൾ നമുക്കതിനെ കുറിച്ച് പ്രസംഗിക്കാനോ അതിന് വലിയ കാര്യമായിട്ട് പറയാനോ ഒന്നും നമുക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ നമ്മളത് വായിക്കുമ്പോൾ ആ വാക്യം ഇന്ന് രാവിലെ നിങ്ങൾ ആ വാക്യം നിങ്ങൾക്ക് തന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആയിരിക്കത്തില്ല. ഇവിടെ ഭാരത്തോടെ വരുന്ന ഒരാളിനെ ബലപ്പെടുത്താൻ വേണ്ടി നിങ്ങളെ ദൈവം എന്ത് ചെയ്യുമായിരിക്കും? ഉപയോഗിക്കുമായിരിക്കും. അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവേ എന്ന് ദൈവത്തിൽ പറയാൻ ഒരു വചനം എനിക്ക് തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ വന്നാൽ അത് ദൈവസഭയ്ക്കും വരുന്നവർക്കൊക്കെ എന്തായിട്ട് മാറും? അത് അനുഗ്രഹമായിട്ട് തീരും. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? സെപ്പറേഷൻ. സഭയെക്കുറിച്ച്, ദൈവസഭയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കല്ലുകൾ, ദൈവസഭ പണിയപ്പെടുന്ന കല്ലുകൾ. ഈ കല്ലുകൾ നമ്മളാണ്. അപ്പൊ ഈ കല്ലുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഈ കല്ലിന് എന്തുണ്ടായിരിക്കണം? സെപ്പറേഷൻ ഉണ്ടായിരിക്കണം. സെപ്പറേഷൻ വരുന്നത് എങ്ങനെയാ? എപ്പോഴാ സെപ്പറേഷൻ വരുന്നത്? ഇതിനെ ചെത്തി വെടിപ്പാക്കി എടുക്കുമ്പോഴാണ് ഇതിന് മറ്റ് കല്ലുകളിൽ നിന്ന് എന്ത് വരുന്നത്? സെപ്പറേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയ ചില ഭാഗങ്ങളുണ്ട്. ആർക്കും ഓർമ്മയുണ്ടോ? ആ ഭാഗം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. വിട്ടുപോകുന്നതിനെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു അബ്രഹാമിന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു. സെപ്പറേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ എന്താണ്? നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നത്, വിട്ട് ഞാൻ നിന്നെ. അപ്പൊ നോക്കിയേ, നമുക്കൊക്കെ ഒരു വേർപാട് ആവശ്യമാണ് ദൈവമക്കളെ. ഈ വചനം ഇത് കർത്താവിനെ സ്നേഹിക്കുന്നുവെന്നും കർത്താവിനെ അംഗീകരിക്കുന്നുവെന്നും കർത്താവിനെ ആരാധിക്കുന്നു എന്ന് പറയുന്ന സകല വ്യക്തികൾക്കും, ഇത് ഒരു സഭയ്ക്കോ അല്ലെ കുറെ ഒരു ഗ്രൂപ്പ് ആൾക്കാർക്കോ ഉള്ളതല്ല. വചനം സകലർക്കും വേണ്ടിയുള്ളതാണ്. ഈ വചനം അനുസരിക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ സെപ്പറേഷൻ, വേർപാട് വേണമെന്ന് ദൈവവചനം ഉദാഹരണ സഹിതം നമ്മളോട് പറയുമ്പോൾ ഇത് പാലിക്കാത്തിടത്തോളം കാലം നമുക്ക് കർത്താവിനോട് ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ അബ്രഹാമിനോട് പറയുക, അബ്രഹാമേ നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക. അല്ലെ? നോക്കിയേ,
നമ്മൾ ചിന്തിക്കുക, അല്ലെങ്കിൽ അബ്രഹാം പറയുക, ഞാനിപ്പോ ജാതികളുടെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. എന്നുവെച്ചാൽ ദേവന്മാരെ ഉണ്ടാക്കുന്ന ഒരു ദേശത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഞാൻ നിന്നോണ്ട് നിന്റെ സാക്ഷിയായിട്ട് ഞാൻ അങ്ങ് ജീവിച്ചോളാം. അബ്രഹാം പറയുക, എനിക്ക് ഇറങ്ങി പുറപ്പെടാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്തോളാം, വേല ചെയ്തോളാം. നീ പറയുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്തോളാം, ചെയ്യാം എന്ന് അബ്രഹാം തീരുമാനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അബ്രഹാമിന് ദൈവം അവരോട് പറഞ്ഞ് കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ചെല്ലാനൊക്കത്തില്ല. കാരണം ഇവൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഇവൻ ഒരിക്കലും ഇവന് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഇസ്രായേൽ ജനത്തെ, ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ ഇസ്രായേൽ ജനത്തിനും ഇസ്രായേലിനൊക്കെ ആരാധിച്ചാൽ പോരായിരുന്നു? ദൈവം എന്നാ പറഞ്ഞേ? മിസ്രൈമിൽ നിന്ന് ഈ ജനത്തെ എന്ത് ചെയ്യണം, ഇറങ്ങി പുറപ്പെടണം. കാരണം ഇവരവിടെ ആരാധന കഴിക്കുമ്പോ അടുത്ത് നിൽക്കുന്ന മിസ്രൈമിന് അഭിപ്രായം പറയും, ഇല്ലേ? അവൻ പറയും, ഇങ്ങനെ ആരാധിക്കേണ്ട ആവശ്യം ഉണ്ടോ, ഇങ്ങനെ കൈയടിക്കണം, ഇങ്ങനെ സ്തോത്രം പറയണം, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരല്ല. കേട്ടിട്ടില്ല ഞാൻ പറയുന്നത്? ഇങ്ങനെ കൈയടിക്കണം, ഇങ്ങനെ ഉറക്കല്ലേലിയ പറയണം, ഇങ്ങനെ അന്യഭാഷ പറയണം, ഇങ്ങനെ പ്രസംഗിക്കണോ, ഇങ്ങനെ വചനം പറഞ്ഞു കൊടുക്കണോ, ചോദിക്കത്തില്ലേ? നോക്കിയേ, ഇസ്രായേൽ ജനത്തെ, പഴയ നിയമ ഇസ്രായേൽ, നമ്മൾ പുതിയ നിയമ ഇസ്രായേൽ ആണെന്നൊക്കെ ദൈവജനം പറയുമ്പോഴേ, പഴയ നിയമ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് മോശ ചെന്നിട്ട് ഫറവോനോട് പറയുന്നത്, മരുഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ, അങ്ങനല്ല പറയുന്നത്, വിട്ടയക്കാൻ. അപ്പൊ ഫറവോൻ എന്നാ പറയുന്നത്? നിങ്ങൾ വായിച്ചിട്ടില്ല? ഫറവോൻ എന്നാ പറയുന്നത്? ഫറവോൻ പറയുന്നത്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ആരാധിച്ചു, ഇവിടെ ആരാധിച്ചോളാം പറഞ്ഞു. മോശയുടെ ദൈവം എന്നാ പറഞ്ഞേ? ഇവിടം വിട്ട് നിങ്ങൾ എവിടെ പോണം? അങ്ങ് മരുഭൂമിയിലോട്ട് പോണം. ഇവിടെ നിന്ന് നിങ്ങളുടെ ആരാധന എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. ചില പറയും, ഞങ്ങള് ഇവിടെ നിന്നോളാം, ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തോളാം, അങ്ങ് ആരാധിച്ചോളാം. നോ, ദൈവം പറയുന്നത് സെപ്പറേഷൻ, നിനക്ക് വേർപാട് വേണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്കല്ല, കുഞ്ഞുങ്ങളെ അപ്പൊ സോറി കുട്ടൂസ് മോനെ മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഇസ്രായേൽ ജനത്തെ അവിടെ നിർത്തി, നിങ്ങൾ ഇനിയിപ്പം ഫറവോൻ പറഞ്ഞല്ലോ വിടാൻ പറ്റത്തില്ല, അവിടെ നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് ആരാധിച്ചു. എന്താണ് കർത്താവ് പറഞ്ഞേ? കർത്താവ് പറഞ്ഞു, ഈ എന്റെ ജനത്തെ നീ വിട്ടയക്കുന്നില്ലെങ്കിൽ വിട്ടയക്കാനുള്ള പരിപാടി എന്റെ കയ്യില് ഉണ്ട്. ഞാൻ അത് എടുക്കാതെ നീ വിട്ടാൽ നിനക്ക് നല്ലത്. അങ്ങനെ ബൈബിൾ എഴുതിയിട്ടില്ല, കർത്താവ് പറഞ്ഞ അർത്ഥമാണ്. ഇനി അല്ല, ഞാന് ബലം പ്രയോഗിച്ച് ഈ ജനത്തെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തോളാം, കൊണ്ടുപോയിക്കോളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നിനക്കെന്താവും, നഷ്ടമായിട്ട് വരും. നമ്മൾ ദൈവം പഠിച്ച ഓരോ ബാധ ദൈവം അയക്കുമ്പോഴും എത്ര ബാധ അയച്ചു? 10 അയച്ചു, അല്ലേ? ഒന്നാമത്തെ ബാധ അയച്ചു കഴിഞ്ഞപ്പോ ഫറവോൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, ഈ ബാധ മാറിയ വിട്ടേക്കാം. ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോഴും ഇവൻ പറയും, നീ പ്രാർത്ഥിക്കേ. പക്ഷെ ഇവൻ എന്ത് ചെയ്തില്ല, വിട്ടയച്ചില്ല. കാരണം ഈ ജനത്തെ കൊണ്ട് യവൻ എന്തുണ്ട്, ലാഭമുണ്ട്. ശ്രദ്ധിച്ചോണം, ഈ ഇസ്രായേൽ ജനത്തെ കൊണ്ട് ഫറവോൻ എന്തുണ്ട്, ലാഭമുണ്ട്.
യവൻ ഇവിടുന്ന് വിട്ടുപോയാൽ അവന്റെ ലാഭം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ശ്രദ്ധിച്ചോണം. ഈ ചിലര് ഈ നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്തിനാണെന്നറിയോ? നമ്മളെ കൊണ്ട് ഇവർക്ക് എന്തുണ്ട്? ലാഭമുണ്ട്. ഇവൻ വെള്ളമണി നിർത്തിയാൽ ഇവന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കുപ്പി കിട്ടുകയല്ല. ചില പിള്ളേർ ഇവൻ ചില പരിപാടികൾ നിർത്തിയാൽ ഇവരുടെ ലൈഫ് എന്ത് ചെയ്യും? മുട്ടുവരും. ഈ മിസ്രൈമ്യൻ ഈ ജനത്തെ വിട്ടാൽ യവന്റെ കട്ടയുടെ പരിപാടി എന്ത് ചെയ്യും? നിന്നു. കാരണം ഇസ്രായേൽ ജനത്തിന് എന്തോ പരിപാടി അവിടെ? കട്ട ഉണ്ടാക്കുക. ചൂളൊക്കെ അകത്തെ കട്ടയൊക്കെ അടുക്കി ചട്ടയൊക്കെ പിടിച്ച് ഇതിനകത്ത് ഇട്ട് ചൂള ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ യവരെന്ത് വരും? നഷ്ടം വരും. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ചോണം. ഈ സെപ്പറേഷൻ എപ്പോഴും ദൈവം പറയും, ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് ശ്രദ്ധിച്ചോണം, നമ്മൾ മാറിയാൽ നമ്മളെ കൊണ്ട് ലാഭം ഉണ്ടായിരുന്നവരൊക്കെ എന്തു വരും? നഷ്ടം വരും. ഇസ്രായേൽ ജനത്തിനും ഇപ്പൊ നമ്മുടെ കൂട്ടുകാര് നമ്മുടെ കൂടെ നടന്ന് നാട്ടിലെ കണക്കനുസരിച്ചാണ് വല്ലപ്പോഴും ബോണ്ടായും ചായ അടിക്കുന്നു, വല്ലപ്പോഴും പൊറോട്ട ഇറച്ചി മേടിച്ച് ഇരുന്നൊക്കെ നമ്മളിനി ഇവരുമായിട്ട് ആ കമ്പനി പരിപാടി ഇല്ല നിർത്തി കഴിഞ്ഞാൽ അവന്റെ പൊറോട്ട ഇറച്ചി എന്ത് ചെയ്യും? നിൽക്കുന്നില്ല വെച്ചാൽ അവന്റെ ബോണ്ടായും ചായ നിൽക്കും, പപ്സും ചായയും ഒക്കെ നിൽക്കും. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞതാ. നമുക്ക് ദൈവവുമായിട്ട് നമുക്ക് ബന്ധം കൂടണമെങ്കിൽ ഇവിടുത്തെ പല ബന്ധങ്ങളോടും നമ്മൾ എന്ത് പറയണം? നോ പറയണം. മനസ്സിലായോ? അതിനാ ഈ മാനസാന്തരം എന്ന് പറയുന്നത്. ഇതിനാണ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ സെപ്പറേഷൻ ഇല്ലാത്ത മാനസാന്തരം ഒരിക്കലും മാനസാന്തരമല്ല. ഈ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദൈവത്തിന് മുഖപക്ഷമൊന്നുമില്ല. ഈ ഇസ്രായേൽ ജനത്തോട് ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞ് ഉമാരെ ഇറക്കിക്കൊണ്ട് വന്നു. വഴി വെച്ച് ഉമാർ എന്തോ കാണിച്ചു? വിളച്ചലൊക്കെ കാണിച്ചു. ദൈവം പറഞ്ഞോ ഓക്കെ, എന്തായാലും ഇവർ അവിടെ നിന്ന് വിട്ടുപോകണല്ലോ, അതുകൊണ്ട് ഇപ്പൊ ഒരു കാളക്കുട്ടി ആരാധിച്ചാലും കുഴപ്പമില്ലെന്ന് കർത്താവ് പറഞ്ഞോ വെച്ചാ പറഞ്ഞില്ല. കൊടുക്കേണ്ട അടി അന്നേരം തന്നെ എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ കർത്താവിന് മുഖപക്ഷമൊന്നുമില്ല. ഈ അതാ ഞാൻ പറഞ്ഞത്, മാനസാന്തരമില്ലാത്ത സെപ്പറേഷനും സെപ്പറേഷൻ ഇല്ലാത്ത മാനസാന്തരവും ശരിയല്ല. രണ്ടുകൂടെ ലിങ്ക. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ കുട്ടൂസ്? കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സെപ്പറേഷൻ വേർപാടില്ലാത്ത മാനസാന്തരവും മാനസാന്തരമില്ലാത്ത വേർപാടും ദൈവത്തിന് ഇഷ്ടമല്ല. മനസ്സിലായോ? കാരണം ഈ ഇസ്രായേൽ ജനം അവിടുന്ന് ഇറങ്ങി പുറപ്പെട്ടു. അതിന്റെ പേരാണ് വേർപാട്. ഓക്കെ, വന്ന വഴിക്ക് ഉമ്മാർ എന്ത് ചെയ്തു? ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ, കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഉമ്മാർക്ക് മാനസാന്തരം വന്നിട്ടുണ്ടോ? വന്നില്ല. പക്ഷെ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതൊക്കെ സത്യം. നമ്മൾ ഇറങ്ങി, മീശ പഠിച്ചു, വെള്ള ഷർട്ട് ഇട്ടു, പിന്നെ കിടന്നല്ല വലിച്ചു പറിച്ച് കടന്നില്ല, നമ്മള് ലോക്കറി വെച്ചു, എല്ലാം സത്യമാണ്. അപ്പൊ എന്ത് വന്നു? നമുക്ക് സെപ്പറേഷൻ വന്നു അല്ലേ? ഒരു വ്യത്യാസം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടായി. പക്ഷെ ആർക്കിട്ടും പണി കൊടുക്കും. ആരുടെ മുതലും അടിച്ചു മാറ്റും. ആരെ കുറിച്ച് അപവാദം പറയും.
നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചില്ലേ ഒരു ചെറിയ അവയവത്തെ കുറിച്ച്? ഏതായിരുന്നു? ഈ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആര് വിളിച്ചാലും പോയിരുന്ന് ഒരു ചിരിയൊക്കെ കിട്ടിയ പുള്ളി എന്ത് ചെയ്യും? പക്ഷെ നിൽക്കുന്നത് എവിടെയാ? നമ്മൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുന്നു? വിട്ടുപോകും. പക്ഷെ നമുക്ക് എന്തു വന്നിട്ടില്ല? മാനസാന്തരം ഇതുവരെ വന്നിട്ടില്ല. ഏത് വാക്ക് പറഞ്ഞാലും ആദ്യം ഒരു ചീത്ത പറയും, ഒരു വൃത്തികെട്ട വാക്ക് എന്ത് ചെയ്യും? പറയും. പക്ഷെ നമ്മൾ അവിടുന്നൊക്കെ എന്ത് ചെയ്തു? വിട്ടുപോകുന്നു. ഇനി ചിലർ വർത്തമാനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പറയുന്നത് ഞങ്ങൾ ഇന്ന ഫാമിലി ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു അന്തമില്ലാത്ത വംശാവലി. നിങ്ങള് 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 1 Timothy chapter 1 verse 3. Yes. ബാക്കി പിന്നെ വായിക്കാം. നോക്കിക്കേ, ഈ തിമോഥെയോസിനോട് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു കൊടുക്കുക. ഈ തിമോഥെയോസും പൗലോസും തമ്മിലുള്ള ബന്ധം എന്താണെന്നറിയോ? ടീച്ചർ സ്റ്റുഡന്റ്. ടീച്ചർ സ്റ്റുഡന്റ്. പിന്നെ വിശ്വാസത്തിൽ താൻ ജനിപ്പിച്ച മകനാണ് ആര്? തിമോഥെയോസ്. കാരണം വിശ്വാസത്തിൽ നിജപുത്രൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ബൈബിൾ വായിച്ച പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഈ തിമോഥെയോസോട് പറയുക, അന്യത ഉപദേശിക്കരുത്, വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്? ശ്രദ്ധിക്കരുത്. അപ്പൊ ഇതിനിവിടെ വിലയുണ്ടോ? ദൈവസ്ഥലം ഈ സാധനത്തിന് വിലയുണ്ടോ? ഉണ്ടോ? ഇല്ല. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ജസ്റ്റ് സംസാരിച്ചപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു വിഷയം ഞാനിങ്ങനെ പറഞ്ഞു. നമ്മൾ ഇവിടെ ചെയ്ത ജോലിയെ കുറിച്ചൊന്നും നിത്യ ജന്മം ചെയ്തില്ല. ചോദിക്കോ എവിടായിരുന്നു ജോലി? പ്രവചിച്ചാൻ പറയും ഞാനാണ് ചുവന്ന പാസ്പോർട്ട് സപ്ലൈ ചെയ്തോണ്ടിരുന്നത്. പ്രിൻസിപ്പാളിനോട് ചോദിച്ചോട്ടെ പറയും ഞാനായിരുന്നു നിന്റെ കോളേജിലെ ലൈബ്രറി, ഞാൻ അവിടുത്തെ സകല പുസ്തകം സപ്ലൈ ചെയ്തത് ഞാനാ. ഇതവിടെ ചോദിക്കോ? നിങ്ങൾ വെച്ച വീട് എത്ര കോടിയുടെയാ മേടിച്ചത്? ചോദിക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടിയില്ലേ, നമുക്ക് കേൾക്കുമ്പോൾ ഒരു രസം പോലൊക്കെ തോന്നും. അതിനകത്ത് എന്തോ എഴുതിയ ആ പാട്ടിനകത്ത് ബെൻസ് കാറിൽ പോയാലും സാധാരണ മെട്രോയെ കയറി പോയാലും പിന്നെ ജെറ്റ് കയറി സ്വന്തമായിട്ട് ജെറ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും പരലോകത്ത് പോകാൻ പറ്റത്തില്ല. നമ്മൾ കേൾക്കുമ്പോൾ ഒരു രസമായിട്ട് അതിന് ഒത്തിരി അർത്ഥമുണ്ട്. ഇതൊന്നും നമ്മളെ എവിടെ കൊണ്ടുപോകത്തില്ല. ഇതൊക്കെ മേടിച്ചോ, അതൊക്കെ ഇവിടെ ഉപയോഗിക്കാനേ എന്ത് ചെയ്യത്തുള്ളൂ, പറ്റത്തുള്ളൂ. പക്ഷെ ഇതൊന്നും നിങ്ങളെ എവിടെ എത്തിക്കത്തില്ല. ഇത് മേടിച്ചോണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിത്യതയിൽ എത്തുമ്പോൾ അല്ലെങ്കിൽ നിത്യതയിൽ എത്തണമെങ്കിൽ ഇവിടെ വെച്ച് ദൈവവചനം, ഇവിടെ നമ്മൾ വായിച്ചത് അന്യത ഉപദേശിക്കണമെന്നും വിശ്വാസം എന്ന ദൈവ വ്യവസ്ഥ. അപ്പൊ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് എവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ.
നിത്യതയിലാൻ പറ്റത്തുള്ളൂ. കാരണം വിശ്വാസത്താലാണ് നാം നീതീകരിക്കപ്പെടുന്നത്, അല്ലേ? നമുക്ക് നീതീകരണം ലഭിക്കുന്നത് വിശ്വാസത്താലാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, പിന്നെ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന. നിങ്ങൾ ചോദിക്കേ, ഈ വംശാവലി എഴുതും, കറക്റ്റ് വംശാവലി ആരും എഴുതി വെച്ചിട്ടുണ്ടോ? ബൈബിളിലെ കാര്യമല്ല പറയുന്നത്. വെളിയില് ഒരാൾ പറയും ഇങ്ങനല്ല, ഈ പുള്ളി വരുന്നൊരു വില്ല പുള്ളിയാ വന്നത്. അടുത്ത ആൾ പറയാം അല്ലല്ല ഇതാ ശരി. ഇവിടെ പൗലോസ് പറയുകയാണ്, അന്തമില്ലാത്ത വംശാവലികളെയും കെട്ടുകഥകളെയും നിങ്ങൾ എന്ത് ചെയ്യരുത്, ശ്രദ്ധിക്കരുത്. ഇതെന്തുകൊണ്ടാ പറഞ്ഞത്? ഈ വംശാവലിയെ കുറിച്ച് പറയാൻ കാരണം നമുക്കറിയാം. ഈ ലൂക്കോസിന്റെ സുവിശേഷം, മത്തായി സുവിശേഷം ഒക്കെ പഠിക്കുമ്പോഴേ ഈ യോഹന്നാൻ സ്നാനം നടത്താനായിട്ട് ചെല്ലുന്ന സമയത്ത് യോഹന്നാൻ പുസ്തകം പറഞ്ഞൊരു കാര്യമുണ്ട്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പറയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത്, ഒരിക്കൽ കർത്താവ് ഈ പരീക്ഷന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടേ പറഞ്ഞു, ഞാൻ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേ പറയുക, നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? 50 വയസ്സ് പോലും ഇല്ലല്ലോ, നീ പറയുക നീ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ഒക്കുന്നതെന്ന്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെയാണ് ഞങ്ങളുടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ അന്നേ തൊട്ടേ ഉള്ളവരാണ്. യോഹന്നാൻ സ്നാപകൻ പറയുന്നത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നിങ്ങൾ ഉള്ളം കൊണ്ട് പറയരുത്. നോക്കിയേ, ഇവര് ഈ വംശാവലിയിൽ അല്ലെങ്കിൽ ഈ കുടുംബമഹിമയിൽ പ്രശംസിക്കുന്നവരായിരുന്നു. പൗലോസ് പറയുക, ഇത് എന്തിനു മാത്രമേ പറ്റത്തുള്ളൂ? തർക്കങ്ങൾക്ക്, ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും. തീത്തോസ് ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം വായിച്ചേ. Titus 3:9. But the word foolish controversies and genealogies quite unprofitable and worthless. കണ്ടോ? പൗലോസ് തന്നെ തീത്തോസിനോട് പറയുകയാണ്, മൗഢ്യ തർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും നീ ഒഴിഞ്ഞു നിൽക്കാം. എന്നാൽ ഈ കാര്യങ്ങൾക്കൊന്നും നീ വാദപ്രതിവാദം നടത്താൻ എന്ത് ചെയ്യരുത്. അതിന്റെ അർത്ഥം എന്താ? അതെന്താണെന്ന് എഴുതിയേക്കുന്നത്? ഇവ നിഷ്പ്രയോജനവും എന്ന് പറഞ്ഞാൽ നിനക്ക് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഇവിടെ ഇല്ല, പിന്നെ സ്വർഗത്തിലും ഇല്ല. മനസ്സിലായോ? അപ്പൊ ഇതുകൊണ്ടൊന്നും നിത്യതയിലെത്താൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ എത്ര വർഷമായി, ചില പറയും ഞാൻ 50 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്. അതുകൊണ്ടൊന്നും കാര്യം എസ്കേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോഴേ അവിടെ എസ്കേൽ പ്രവചനത്തിലാണെന്ന് തോന്നുന്നത് ചിന്ത ഇങ്ങനെ ഒരു ഭാഗം എഴുതി വെച്ചിട്ടുണ്ട്. നീതിമാൻ അവൻ തന്റെ നീതി വിട്ടുപോയി അവൻ അനീതിയിൽ മരിച്ചാൽ അവന്റെ നീതി അവൻ എന്ത് ചെയ്യത്തില്ല, കണക്കിടത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ ഇങ്ങനെ നിന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വേണ്ട. പതുക്കെ പതുക്കെ ഇതിന് ഞാൻ എന്ത് ചെയ്തു, പിന്മാറി. ആ പിന്മാറ്റത്തിൽ ഞാൻ എന്ത് ചെയ്തു, മരിച്ചു. ഞാൻ രക്ഷിക്കപ്പെട്ടതും ഞാൻ സ്നാനപ്പെട്ടതും ദൈവകൃപയിൽ നിന്നതൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഞാൻ മരിച്ചത് എവിടെ, എങ്ങനെയാ?
പിന്മാറ്റക്കാരനായി പാപിയായിട്ട് ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ കാര്യങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, പ്രയോജനമുള്ളതല്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇത് നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. ഇതോസേ മൗഢ്യതർക്കം, വംശാവലികൾ, കലഹം, ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദം, ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നീ എന്ത് ചെയ്തോണം എന്ന് പറഞ്ഞാൽ മനെ ഞാൻ പറയാം, ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. ഞാൻ പറയുക, ഞാൻ 60 വർഷമായിട്ട് പെന്തിക്കോസ്തിലാണ്. എന്റെ 4 ജനറേഷൻ പുറകോട്ട് നോക്കിയാൽ അവരും ഭയങ്കര വിശ്വാസികളായിരുന്നു. ഇതിന് ദൈവസനയിൽ എന്തില്ല, പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായ പോലെ അതിന് വിലയൊന്നുമില്ല. നീ എത്ര വർഷം ഇതിനകത്തായെന്നുള്ളതല്ല ഇവിടെ വിഷയം. നീ എങ്ങനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കും എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. മനസ്സിലായോ? ഞാൻ 60 വർഷത്തിന് മുമ്പ് സ്നാനപ്പെട്ടെന്ന് പറയുന്നതൊന്നും ഓക്കെ, നല്ല കാര്യം. 60 വർഷം മുമ്പേ സത്യം മനസ്സിലാക്കാനും സത്യം ഗ്രഹിക്കാനും ആ സത്യത്തെ ജീവിതത്തിൽ പ്രാവർത്തികമാകാനും നിനക്ക് അവസരം ലഭിച്ചു, നല്ല കാര്യം. പക്ഷേ ഈ 60 വർഷം മുമ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു എന്തുവാ പ്രിവിലേജ് ഒന്നും ദൈവസന്നിധിയിൽ കിട്ടത്തില്ല. ഇനി ഞാൻ കഴിഞ്ഞിട്ടുള്ളേ, എന്റെ വീട്ടിൽ 10 പേര് പാസ്റ്റർമാരാ, അതിന് പ്രിവിലേജ് ഒന്നുമില്ല. അവര് നല്ലപോലെ ജീവിച്ചാൽ അവർക്കോടൊപ്പം, ഞാൻ നല്ലപോലെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോവാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നമ്മുടെ പഴയ ഞാൻ കേട്ടിട്ടുണ്ട് വീട്ടിലെ അച്ഛന്മാര്, കന്യാസ്ത്രീകള് ഇല്ല, അങ്ങനെ ഇല്ലാന്ന് വെച്ചാൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര എന്താ ഒരു പ്രിവിലേജ് ആയിട്ട് എടുക്കും. ഇതൊന്നും ദൈവസേന. ഇപ്പൊ ഞാൻ പറയുക, ഞങ്ങളുടെ വല്യപ്പനാണ് ഈ സഭ ഉണ്ടാക്കിയത് എന്നിട്ടാണ് നമുക്ക് പറയാൻ വിളിച്ചത്. ഈ സഭ ഉണ്ടാക്കിയതുകൊണ്ട് സ്വർഗത്തിൽ പോകും? സഭയ്ക്ക് സ്ഥലം കൊടുത്തത് കൊണ്ട് ഇവിടെ പോകത്തില്ല. ഞാൻ വിചാരിക്കുക, ഇവിടെ ഭയങ്കര ചൂടാണ്, 4 ഫാൻ, ഈ 4 മേടിച്ച് ഇവിടെ കൊടുത്തേച്ച് 4 കാറ്റ് എന്റെ നേരെയാണ് അമ്മയിപ്പിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയുക, ഞാനാണ് സഭയ്ക്ക് 4 ഫാൻ മേടിച്ചു കൊടുത്തു. വേറൊരാൾ പറയാ, ഞങ്ങളുടെ ചർച്ചയിൽ കിടക്കുന്ന കസേരയെല്ലാം ഇപ്പൊ പായലാരും ഇരിക്കത്തില്ല, കസേര ഞങ്ങളാണ് മേടിച്ചു കൊടുത്തേക്കുന്നത്. ഈ മേടിച്ചു കൊടുത്ത അപ്പച്ചൻ വന്ന് ഒരു കസേര ആയിരിക്കും, ഒരു കസേര ബൈബിളും വയ്ക്കും, 2 പുള്ളി എടുത്തു. എവിടെ പോകത്തില്ല? ഈ കസേര മേടിച്ചു കൊടുത്തതും പള്ളി പണിച്ചതും പള്ളിക്ക് സ്ഥലം കൊടുത്തതും ഇതൊന്നും നിത്യതപ്പാനുള്ള, നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്ക്, പോകാനുള്ള യോഗ്യതയായിട്ട് ദൈവവചനത്തിൽ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മോശ ഇത്രേ എണ്ണത്തിന്റെ ചീത്ത കേട്ട് വന്ന പുള്ളി എവിടെ കയറ്റിയില്ല. പിന്നെ കർത്താവ് ഒരു ഉപകാരം മോശയോട് ചെയ്തു. അങ്ങ് നെബോ പർവ്വതത്തിൽ കയറ്റിയിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഈ കാണുന്ന സ്ഥലമാണ് ഞാൻ നിനക്ക് നിന്റെ കൂടെ വന്ന ജനത്തിനുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നീ അവിടെ കിടത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് മോശയെ ദൂതന്മാരെ വിളിച്ച് വെച്ച് കൈ കൊടുത്തേച്ച് പറഞ്ഞു, ഈ പിസ്ക മലമുകളിൽ നെബോ പർവ്വതത്തിൽ പിസ്ക മലഞ്ചെരിവിൽ ഇവരെ അടക്കിയേക്കാൻ പറഞ്ഞു. നോക്കിക്കേ, അതുകൊണ്ടാണ് യോശുവയുടെ പുസ്തകത്തിൽ അവസാന അധ്യായത്തിൽ യോശുവ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ യാത്ര ചെയ്ത് വന്ന് ഈ നദിക്കക്കരെ ഒത്തിരി ദേവന്മാരുണ്ടായിരുന്നു, അവരിൽ ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തെരഞ്ഞെടുക്കാം. ഇനി ഇവിടെ വന്നപ്പോ ഇവിടെ കുറേ ദേവന്മാരുണ്ടായിരുന്നു, അവരെ വേണേലും നിനക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടം
ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തെരഞ്ഞെടുക്കാം. ഇവിടെ അത് വിഷയമല്ല. നോക്കിയേ, ഇവിടെ തെരഞ്ഞെടുപ്പ് എങ്ങനെ? ഇൻഡിവിജ്വൽ. അപ്പൊ നിത്യതയും എങ്ങനെയാ? ഞാൻ പറയട്ടെ, രക്ഷ ഇൻഡിവിജ്വൽ ആണോ ഫാമിലി ആയിട്ടാണോ? ഉറപ്പാണ്. മാനസാന്തരം ഇൻഡിവിജ്വൽ ആണോ ഫാമിലി ആയിട്ടാണോ? സ്നാനമോ? ഇൻഡിവിജ്വൽ. അങ്ങനെയാണെങ്കിൽ നിത്യതയും എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ. ഫാമിലി പാക്കേജ് അവിടെ ഇല്ല. മനസ്സിലായോ? ഫാമിലി പാക്കേജ് അവിടെ ഇല്ല. യോശുവ പറയുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തെരഞ്ഞെടുക്കാം. പക്ഷെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ആരെ സേവിക്കും? യഹോവയെ സേവിക്കും. അതാണ് ഒരു ദൈവഭക്തന്റെ തീരുമാനം എന്ന് പറയുന്നത്. 50 കൊല്ലം ഒരാള് നല്ല രീതിയിൽ ജീവിക്കുക, കർത്താവ് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് മരണത്തിന് മുമ്പ് അദ്ദേഹത്തെ അകപ്പെട്ട് പോയെന്ന് വിചാരിച്ചു. പക്ഷെ അത് കുറെയൊക്കെ നീതിയായിട്ട് കണക്കിലാക്കത്തില്ലയോ? ഇല്ല. അദ്ദേഹത്തിന് മാനസാന്തരപ്പെടാൻ അവസരം ലഭിച്ചിട്ട് മാനസാന്തരപ്പെട്ടു വന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? കർത്താവിന്റെ വരവിന്റെ സമയത്ത് മാത്രം അതുവരെ വളരെ മോശമായിട്ട് ജീവിക്കാം. വരവിന്റെ സമയത്ത് തൊട്ടു മുമ്പ് മാനസാന്തരപ്പെട്ടാൽ ആ ആൾ രക്ഷപ്പെടുന്നു. തീർച്ചയായിട്ടും 100%. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഉപമ കർത്താവ് പറഞ്ഞു. പല സമയങ്ങളിൽ വന്നവരുണ്ട്, ഇല്ലേ? അല്ല, ജോലിക്ക് വേണ്ടി കർത്താവ് നോക്കിയപ്പോൾ യജമാനൻ ചെന്ന് നോക്കിയപ്പോൾ ചന്ത സ്ഥലങ്ങളിൽ അവിടെ എവിടെയൊക്കെ മെനക്കെട്ട് നിൽക്കുക. അവരെ വിളിച്ചു. ആദ്യം ഒരു പുള്ളിയെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു പണം തരാം. പറഞ്ഞെത്തു. കൂലി പറഞ്ഞെത്തു നമ്മൾ വായിക്കണം. വിളിച്ചോണ്ട് വന്നു. അദ്ദേഹം ജോലിക്ക് കയറി. ഇങ്ങനെ 11 മണിക്ക് ചെന്നപ്പോഴും കുറെ പേര് അവിടെ ചെയ്യുന്നുണ്ട്. അവരെ എന്ത് ചെയ്തു? വിളിച്ചു. അവരെ വിളിച്ചു കൊണ്ടുവന്ന് കൂലി കൊടുക്കുന്ന സമയം ആയപ്പോൾ ഈ ആദ്യം 7 മണിക്ക് വന്നോ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവനോട് എന്നാ പറഞ്ഞത്? ഒരു പണം. മറ്റവരോട് എത്ര പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ള ഇവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള വിഷയമല്ല. മനസ്സിലായോ? അപ്പൊ 11 മണിക്ക് വന്നവർക്ക് കൂലി കൊടുത്തപ്പോ അവർക്കും എത്ര കൊടുത്തു? 1 കൊടുത്തു. അപ്പൊ ഇവൻ എന്ത് വന്നു? സ്വാഭാവികം. നമുക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. കർത്താവ് എന്നാ പറഞ്ഞേ? നിന്നോട് ഞാൻ ഒരു പണം പറഞ്ഞു ഒത്തിട്ടാ നീ എന്റെ കൂടെ എന്ത് ചെയ്തത്? വന്നത്. ഇവരോട് ഞാൻ പറഞ്ഞു എന്ത് ചെയ്തു? ഇവിടെ എന്റെ കയ്യിലുള്ളത് കൊണ്ട് എനിക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റത്തില്ല എന്നാ കർത്താവോടെ ചോദിച്ചത്, അല്ലേ? ഇവിടെ എന്റെ പണം എനിക്കിഷ്ടമുള്ളത് പോലെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അതാ വാക്യം ഞാൻ വായിച്ചത്. ഞാൻ ആ വാക്യം നിങ്ങൾ ആരെങ്കിലും പതിനെട്ടാം അധ്യായം 21 മുതൽ വായിച്ചേ. മതി, കണ്ടോ? അവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടു തിരിഞ്ഞ് എന്റെ ചട്ടങ്ങളെയൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അടുത്ത പറഞ്ഞേക്കുന്നത്, അവൻ ചെയ്ത അതിക്രമങ്ങളെ ഒന്നിനെയും ദൈവം എന്ത് ചെയ്യത്തില്ല? അവന് കണക്കിടത്തില്ല. ഇനി അതുപോലെ തന്നെ ഒരു വാക്യം വേറെ ഉണ്ട്. 24-ാം വാക്യം. എന്നാൽ
നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞ് നീതികേട് പ്രവർത്തിച്ച് ദുഷ്ടൻ ചെയ്യുന്ന സകല മേച്ഛകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതി എന്നും കണക്കിടുകയില്ല. അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. കണ്ടോ? എന്താ മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞേ ക്ലിയർ ആയോ? അത് നോക്കിക്കേ, ഇവൻ ആരായിരുന്നു? നീതിമാനായിരുന്നു. പക്ഷേ കുറെ കാലം കഴിഞ്ഞപ്പോ അവൻ നീതി വിട്ട് എങ്ങോട്ട് പോയി? ദുഷ്ടൻ ചെയ്ത സകല മ്ലേച്ഛതകളും അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി. അവനെ കുറിച്ച് എന്നാ പറഞ്ഞിരിക്കുന്നത്? അവൻ ചെയ്ത നീതി അവൻ എന്ത് ചെയ്യത്തില്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത് നീതി അവന് കണക്കിടത്തില്ല. നമ്മൾ എബ്രായ ലേഖനത്താണെന്ന് നമ്മളൊരു എബ്രായ ലേഖനത്തിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് അവരുടെ ജീവാവസാനം ഓർത്ത്. അപ്പൊ എവിടെ ഓർക്കണ്ട? നമ്മള് അവസാനം എങ്ങനെ ഉള്ളതെന്നാ ഓർക്കണ്ടേ. ഞാൻ തുടങ്ങിയപ്പോ നല്ല ഓട്ടമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഓട്ടം ഇത് മത്സരം കാണത്തില്ലേ, വലിയ ഏഷ്യാഡിനും ഒളിമ്പിക്സിനും ഒക്കെ? ഈ ഓടുന്ന സമയത്ത് ആദ്യം ഓടുന്നവരാണോ അവസാനം ഫിനിഷ് ചെയ്യുന്നത്? ആണോ? മുമ്പ് ഓടി തുടങ്ങിയവരാണോ ആദ്യം? നമ്മള് അങ്ങോട്ട് ഭീഷണി അടിച്ചാലേ വെടി പൊട്ടിച്ച് കഴിയുമ്പോ ഓടി ഒരു മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് ചൊല്ലി അടിച്ചു വിട്ട് ബോധം വേണം. പക്ഷെ ഫിനിഷ് ചെയ്യാൻ ചെല്ലുമ്പോ ഇവിടെ പുറേ കിടന്നവരായിരിക്കും എവിടെ ചെന്ന് ഫിനിഷ് ചെയ്യുന്നത്. ഇനി ഈ സമ്മാനം കൊടുക്കുന്ന ഏത് നോക്കിയാ? ആദ്യം ഓടാൻ തുടങ്ങിയവരെ നോക്കിയാ? ആദ്യം ആര് ഫിനിഷ് ചെയ്തു എന്നുള്ളതാ വിഷയം. ഇവിടെ ഓടാൻ തുടങ്ങിയപ്പോ ഇവൻ 100 മീറ്റർ മുമ്പിലായിരുന്നു പറഞ്ഞ ഇവരെന്തായാലും ആദ്യം മുമ്പിലായിരുന്നല്ലോ, ഇരിക്കട്ടെ അതിനൊക്കെ കൊടുക്കുമോ? എന്താ കൊടുക്കാത്ത? പക്ഷെ ഫിനിഷിങ് ശരിയല്ലായിരുന്നു അവന്റെ. അവൻ എപ്പോഴാ ഫിനിഷ് ചെയ്തേ? ഏറ്റവും അവസാനം ഇവൻ ഫിനിഷ് ചെയ്ത്. അപ്പൊ നോക്കിക്കേ, വചനം പറയുന്നത് അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിക്കണം. കണ്ടോ? അപ്പൊ നോക്കിയേ, ഇവിടെ എസ്കേൽ പ്രവാചകൻ പറയുക, ഒരുത്തൻ ദുഷ്ടനായിട്ട് ജീവിച്ചു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി ഞാൻ ജീവിക്കുന്നത് എവിടെയാ? മ്ലേച്ഛതയിലാണ്, ദുഷ്ടതയിലാണ് എന്നൊക്കെ അവന് മനസ്സിലായിട്ട് അവന്റെ മ്ലേച്ഛത വിട്ട് ദുഷ്ടത വിട്ട് അവൻ തിരിഞ്ഞ് നീതിയിലേക്ക് വന്നപ്പോൾ അവൻ മരിക്കുന്നത് ഏതിലാണ്? അവന്റെ മ്ലേച്ഛതയല്ല അവന്റെ മരണം കഴിഞ്ഞ് കണക്കിടുന്നത് അവന്റെ നീതിപ്രവൃത്തി. അതുപോലെ തന്നെ നീതിമാനായി ജീവിച്ചവൻ കുറെ മുമ്പോട്ട് വന്നപ്പോ പതുക്കെ അവൻ മ്ലേച്ഛതയിലേക്ക് പോയി. നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴ് പൗലോസ് പറയുന്നുണ്ട്, അലക്സാണ്ടറും ഹുമനയോസും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല വലിയൊരു കപ്പലുണ്ടായിരുന്നു, അത് തകർന്നു പോയെന്നർത്ഥം. വിശ്വാസത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? വീണുപോയി. പലരെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. നോക്കിക്കേ, നമുക്കറിയാം യേശുവിന്റെ കൂടെ നടന്ന യൂദയ്ക്ക് എന്താ സംഭവിച്ചത്? യൂദയെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത്? അവൻ കെട്ടിയാണ്ട് തൂങ്ങിച്ചത്തു. തൂങ്ങിച്ചത്തു. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്ന മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെടും. ആ കർത്താവിനുള്ള വിഷയത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ആ വിഷയം അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ ആണെങ്കിൽ യൂദ ആരാ? ശപിക്കപ്പെട്ടവൻ. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ യൂദ ആരാണ്? അവൻ ശപിക്കപ്പെട്ടവനാണ്. കണ്ടോ? നോക്കി. അപ്പൊ നമ്മൾ അനുകരിക്കേണ്ടത്, നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കണം. അത് അവരുടെ ജീവാവസാനം ഓർത്ത്
എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. ഹീബ്രൂ ചാപ്റ്റർ 13 verse 7. മതി നോക്കിക്കേ. ഈ നമ്മൾ ഒരാളിനെ അനുകരിക്കണമെന്ന് പറയുമ്പോൾ അവർ ഓടി തുടങ്ങിയതല്ല നമ്മൾ നോക്കേണ്ടത്, അവർ ഓടി ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് ഈ കർത്താവ് പറയുന്നുണ്ട്, കൂലി അവന്റെ കയ്യിലും പ്രതിഫലം അവന്റെ പക്കലുമുണ്ട്. അപ്പൊ കൂലിയുണ്ട്, പിന്നെന്തുണ്ട്? പ്രതിഫലമുണ്ട്. നമ്മൾ പാടും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അപ്പൊ പ്രതിഫലം തരാൻ ആര് വരുന്നത്? കർത്താവ് തരുന്നത്. കൂലി എവിടെ വെച്ച് കിട്ടും? കൂലി ഇവിടെ വെച്ച് കിട്ടും. ഞാൻ ആത്മാക്കളെയൊക്കെ നേടി, ഞാൻ കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടു, ഞാൻ നടന്ന ട്രാക്ടൊക്കെ കൊടുത്തു, അതിന്റെ കൂലി ഇവിടെ വെച്ച് കർത്താവ് എന്ത് ചെയ്യും? തരും. ചിലപ്പോ ഞാൻ വഴി തെറ്റി പോയാലും ചിലപ്പോ കൂലി ഇവിടെ വെച്ച് എന്ത് ചെയ്യും? കാരണം കർത്താവ് ആരും എന്ത് ചെയ്യരുത്, പറയരുത് എനിക്ക് കർത്താവ് ഒന്നും തന്നില്ല എന്നെന്ത് ചെയ്യരുത്, പറയരുത്. അതിന് ചിലപ്പോ എന്റെ തലമുറയ്ക്ക് ചിലപ്പോ ദൈവം നീതിയായിട്ട് എന്ത് ചെയ്യും? അങ്ങ് കണക്കിട്ട് അതൊക്കെ അങ്ങ് കിട്ടും. പക്ഷേ എവിടെ പോവുകയല്ല, നിത്യത പോകത്തില്ല. അതാ നമ്മൾ ആ വാക്യം വായിച്ചത്. നീതിമാൻ മ്ലേച്ഛതയിലേക്ക് പോയിട്ട് അവൻ ആ മ്ലേച്ഛതയിൽ, ദുഷ്ടതയിൽ അവൻ മരിച്ചാൽ അവൻ ചെയ്ത നീതി പ്രവർത്തികൾ ഒന്നും അവനോട് എന്ത് ചെയ്യത്തില്ല, കണക്കിടത്തില്ല. അതേ സമയം തന്നെ ദുഷ്ടൻ കുറെ കഴിഞ്ഞപ്പോ അവന് തോന്നി ഞാൻ മ്ലേച്ഛമായിട്ടാണ് നടക്കുന്നത്, ഞാൻ ദുഷ്ടതയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടിട്ട് അവൻ അതെല്ലാം വിട്ടു തിരിഞ്ഞ് നീതിയിലേക്ക് വന്നാൽ പിന്നെ അവന്റെ മ്ലേച്ഛതയും ദുഷ്ടതയൊന്നും ദൈവം എന്ത് ചെയ്യത്തില്ല, കണക്കിടത്തില്ല. മനസ്സിലായോ? ഇവിടെ പറയുന്നത് നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുക. അവരെ കുമ്പിടാൻ എന്ത് ചെയ്തിട്ടില്ല, അവരെ ഓർത്തോ. പക്ഷെ അടുത്ത ശ്രദ്ധിച്ചോണം, അവരുടെ ജീവാവസാനം ഓർത്ത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇവിടെ ഒത്തിരി നടന്ന് സുവിശേഷം പറഞ്ഞ മനുഷ്യൻ പാട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ പാടിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ട് നമ്മളുടെ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെയുള്ള പാട്ട് പുള്ളി എഴുതിയിട്ടുണ്ട്. ഇതില്ല, പുള്ളി മരിച്ചുപോയി. പുള്ളി മരിച്ചപ്പോൾ പുള്ളിയുടെ ഭാര്യ പിന്നെ അവിടുത്തെ കർത്താവ് യേശുവായിട്ട് മാറി. ഇപ്പൊ പുള്ളിയുടെ മോനാണ് അവിടെ വെച്ചിട്ടുണ്ട്. അവരാണ് നമ്മുടെ നാട്ടിൽ PRDS എന്ന് പറയുന്നത്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നും പറഞ്ഞൊരു സഭയൊക്കെ ഉണ്ടാക്കി അവര് ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട്. PRDS അവരുടെ ഭയങ്കര ആഘോഷം. ഇവരുടെ ഒരു ദിവസമുണ്ട്, അത് തിരുവല്ലയിട്ടൊന്നും പോകാൻ നമുക്ക് പറ്റത്തില്ല, അതുപോലെ തിരക്കാം. വെള്ളയെടുത്തുള്ളൂ. നോക്കി അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് എബ്രാം അപ്പച്ചൻ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ നമുക്ക് പറഞ്ഞു, എന്റെ എബ്രാമെ ഞാൻ തെറ്റിപ്പോയിരുന്നു. നോക്കി ഇങ്ങനെ എത്രയോ പേര്. അതുകൊണ്ടാ നമ്മൾ പാടത്തില്ലേ, നക്ഷത്രങ്ങൾ പോലിലോകെ ശോഭിച്ചോരി ചിലരെ കാണുന്നില്ലേ ഞാൻ ശുദ്ധക്കൂട്ടത്തിൽ. നമ്മൾ പാടത്തില്ലേ, നക്ഷത്രങ്ങൾ പോലിലോകെ ശോഭിച്ചോരിൽ ചിലരെ കാണുന്നില്ലേ ഞാൻ ഈ ലോകെ ശുദ്ധക്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റേജുകളിൽ നക്ഷത്രങ്ങളെ പോലെ എന്ന് പറഞ്ഞ സ്റ്റാർ കളിച്ച് നടന്ന പല പുള്ളികളും എവിടെ കണ്ടില്ല, വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കണ്ടില്ല.
അതാ പറഞ്ഞത്, നക്ഷത്രങ്ങൾ പോലെ ലോകെ ശോഭിച്ചോരിൽ ചിലരെ ഞാൻ കണ്ടില്ല വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ. അപ്പൊ നോക്കിയേ, ഇവിടെ സ്റ്റാർ കളിച്ചതും ഇവിടെ സെലിബ്രിറ്റി ആയിട്ട് നടന്നതും ഇവിടെ സ്റ്റേജിലേക്ക് ഓടി നടന്ന് പ്രസംഗിച്ചതൊന്നുമല്ല നിത്യതയിലെത്താനുള്ള വകുപ്പ് എന്ന് പറയുന്നത് ദൈവവചനം അനുസരിക്കുക എന്നുള്ളത്. മനസ്സിലായോ? ജീവാവസാനം എങ്ങനെയായിരിക്കും എന്നുള്ളതാ വിഷയം. പല വിശുദ്ധന്മാരായിട്ടിവിടെ നിന്നവരും പല സെലിബ്രിറ്റികളായിട്ട് നിന്നവരും സ്റ്റാറുകളായിട്ട് ഇവിടെ സ്റ്റേജുകളിൽ ഷോ കാണിച്ചവരും ഒക്കെ ജീവാവസാനത്തിൽ അവർ തെറ്റിപ്പോയി. ജീവാവസാനം അവരുടെ വളരെ പരിതാപകരമായിട്ട് മാറി. അതാ പൗലോസ് പറഞ്ഞത്, അലക്സാണ്ടറും ഹുമനിയോസും അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ അവർ എന്ത് ചെയ്തു? വീണുപോയി. വിശ്വാസ കപ്പൽ അവരുടെ തകർന്നുപോയി. ഞാൻ പറഞ്ഞു വന്ന ദൈവമക്കളെ, നമുക്കൊരു സെപ്പറേഷൻ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം സെപ്പറേഷനും മാനസാന്തരവും ലിംഗ. മനസ്സിലായോ? മാനസാന്തരപ്പെടാത്ത സെപ്പറേഷനും സെപ്പറേഷൻ ഇല്ലാത്ത മാനസാന്തരവും മാനസാന്തരമല്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ചിലതിനോട് നോ പറയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിന്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. കർത്താവ് എന്തിനാ ഈ 12 പേരെ തെരഞ്ഞെടുത്തു എന്ന് എഴുതിയേക്കുന്നത് അല്ലേ? 12 ശിഷ്യന്മാരെ അതിന് തെരഞ്ഞെടുത്ത എന്തിനാ? കർത്താവിന് കുറെ പേരെ പിടിച്ചു കൂടെ കൊണ്ടുവന്ന പോലെ. കർത്താവ് ചെന്നിടത്തെല്ലാം ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു അല്ലേ? പക്ഷെ കർത്താവ് പറയാണ് 12 പേരെ കർത്താവ് എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. അപ്പൊ ഈ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ വേർതിരിച്ചെടുക്കുക. മനസ്സിലായോ? ഈ ദൈവം നമ്മൾ വായിക്കുന്നത് ശുശ്രൂഷയ്ക്കായിട്ട് അവരെ തെരഞ്ഞെടുത്തു. അപ്പൊ അവരെ വേർതിരിച്ചെടുത്തു. മനസ്സിലായോ? ദൈവമക്കളെ ഓർക്കണം, നമ്മൾ പറയും കർത്താവിനെ വിളിച്ചു തെരഞ്ഞെടുത്തു. നമ്മൾ പറയത്തില്ലേ? നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്? കർത്താവ് നമ്മളെ വിളിച്ചു തെരഞ്ഞെടുത്തു നമ്മൾ പറയത്തില്ലേ? നമുക്ക് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട്? വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് വരെയും നമുക്ക് എന്ത് വന്നിട്ടില്ല? മാനസാന്തരം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഇതിനകത്താ. പക്ഷെ നമുക്ക് എന്ത് വന്നിട്ടില്ല? സെപ്പറേഷൻ വന്നു. നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് തെറ്റാണ്, വചനം വായിച്ചപ്പോ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഇവിടെ വന്നു. പക്ഷെ നമുക്ക് വിഷയം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം വന്നിട്ടില്ല. നമുക്ക് ഇന്ന് ലോകത്തിലുള്ള പലതിനോട് ഭയങ്കര ആസക്തിയാ. ആസക്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? ഓവർ അട്രാക്ഷൻ. ഇന്ന് ലോകത്തിലുള്ള പലതിനോടും നമുക്ക് ഓവർ അട്രാക്ഷനാ. നമുക്ക് എന്ത് വന്നിട്ടില്ല? മാനസാന്തരം വന്നിട്ടില്ല. നമ്മൾ ഇന്ന് ഭയങ്കര വംശാവലി പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ കുടുംബമഹിമ പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ് പറഞ്ഞു, ഇതൊന്നും എന്തിനേ കൊള്ളാവും? ഇത് എന്തിനേ കൊള്ളാവും? നമ്മൾ വായിച്ചില്ലേ? തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ? ഉതകത്തുള്ളൂ. ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒന്നുകൂടെ പറയാം, ക്ഷമിക്കുക. ഞാൻ സിറിയ എന്ന് വന്നെന്ന് പറഞ്ഞൊന്നും ഇവിടെ വിഷയമല്ല. ഞാൻ കുമ്പനായിട്ട് ജനിച്ചെന്ന് പറയുന്ന ഒരു വിഷയമല്ല. ഞാൻ റോമിൽ നിന്ന് വന്നേന്ന് പറഞ്ഞൊന്നും ഇവിടെ വിഷയമല്ല. ഇതല്ല എന്തിനെ കൊള്ളാവൂ? തർക്കങ്ങളും കലഹങ്ങളും മാത്രമേ ഇതുകൊണ്ടുള്ളൂ. ഇത് നിങ്ങളെയും എന്നെയും എവിടെ കൊണ്ട് എത്തിക്കത്തില്ല? നിത്യതയിൽ എത്തിക്കത്തില്ല. നിഷ്പ്രയോജനമെന്ന പൗലോസ് ലേഖനം അല്ലേ?
ഒഴിഞ്ഞു നിൽക്കാൻ ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. കേട്ടോ, നമുക്കിന്ന് ലോകത്തോട് ആസക്തി കൂടി നിൽക്കുവാണെങ്കിൽ ദൈവമക്കളെ നമുക്കാരുമായിട്ട് അടുപ്പമില്ല, കർത്താവുമായിട്ട് അടുപ്പമില്ല. നമുക്കിന്ന് ഈ ഭൂമിയിൽ ഒരുങ്ങിച്ചമഞ്ഞ് നടക്കുന്നതിനോട് ഭയങ്കര അട്രാക്ഷൻ ആണെങ്കിൽ നമുക്കാരുമായിട്ട് ബന്ധമില്ല. ഒരുങ്ങുന്ന തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമ്മുടെ അട്രാക്ഷൻ മൊത്തം എന്താ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞായറാഴ്ച രാവിലെ നമ്മൾ ആരാധനയ്ക്ക് വരാനായിട്ട് ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങി. ഉദാഹരണം പറയുക, നമ്മുടെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുക, എടാ ഇന്ന് നീ എൻ്റെ കൂടെ വന്നേ പറ്റത്തുള്ളൂ, നമുക്ക് ഇന്ന് എനിക്ക് അവധിയുള്ളൂ, ഒന്ന് കറങ്ങണം, എനിക്കിവിടെ എല്ലാ ഭാവവും ഒന്നും അറിയുന്നു. അപ്പൊ ഞാൻ പറയുക, എടാ ഞാൻ ആരാധനയ്ക്ക് വരാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാ. അപ്പൊ അടുത്ത അവന്റെ ഡയലോഗ്, എടാ എല്ലാ ആഴ്ചയും നീ എല്ലാ ആഴ്ചയും ഞാൻ നിന്നെ വന്ന് വിളിക്കാറില്ലല്ലോ, ഇന്ന് നീ എന്റെ കൂടെ നിങ്ങൾ എന്ത് പറഞ്ഞു? പാസ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, പാസ ഇന്ന് അതാണ് ഞാൻ പാസ്റ്ററെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ, സൂം ഇന്നൊന്ന് സൂമിലാക്കാമോ? കാരണം നമ്മൾ എന്നില്ലെങ്കിൽ പാസ് ഓട്ടോമാറ്റിക് പറയും ഇന്ന് നമുക്ക് സൂമിലാക്കാം. അതാണല്ലോ നമ്മുടെ മനസ്സിൽ. ഞങ്ങൾ എന്നില്ലേ പാസ്റ്റർ, നമ്മൾ എന്ത് പറയും? നടക്കത്തില്ല, എന്നാലും ചർച്ചയിൽ പോകാന്ന് പറയല്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഉടനെ ചിന്തിക്കുക, ശരിയാണല്ലോ എല്ലാ ആഴ്ചയും പോകുന്നുണ്ടല്ലോ, ഇന്നൊരാഴ്ച മാത്രം. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ കുഞ്ഞ് ഒന്ന് ചീറ്റി, ഒന്ന് തുമ്മി. ഞാൻ ഉദാഹരണം പറയുക, തൊട്ട് നോക്കിയപ്പോ ചെറിയ ചൂട്, അവൻ കുറച്ചും കൂടി കിടന്നതിന്റെ ചൂടായി വന്നത്. നമ്മൾ വിചാരിക്കുക എന്താ, ഇനി പ്രിൻസിപ്പാളിനെ തന്നെ പറയാം, പ്രിൻസിപ്പൽ മുടങ്ങത്തില്ല, എന്തായാലും 10-40 മിനിറ്റ് വണ്ടി ഓടിക്കണം. ഇന്ന് പോകാതിരുന്നാൽ പല ലാഭങ്ങളാണ്. ഒന്ന്, കുഞ്ഞിന് പനി കുറയും. 2, 40, 25, 50 മൈൽ ഓടുന്നതിന്റെ പെട്രോൾ ലാഭം, സ്വത്രാഴ്ച ലാഭം, സമയ ലാഭം. അല്ല, ഇല്ല ഇതിനകത്ത് വരുന്നതല്ലേ. പിന്നെ കുറച്ചു നേരം കൂടെ നമുക്ക് കൊച്ചിനെ പിടിച്ചു കിടത്തി അവന്റെ പേരിൽ നമുക്ക് ഉറങ്ങാം. ഇത്രയും 5 കൂട്ടം കാര്യങ്ങൾ ലാഭമായി. കാരണം എല്ലാ ആഴ്ചയും നമ്മള് വളരെ റിവ്യൂ പറയും, അച്ഛൻ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മൾ ഇത്രയും പോവാം. ഇനി എന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ ആഴ്ചയും നമ്മള് പോകുന്നതല്ലേ. ഇന്നൊരാഴ്ച പോയില്ലെന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് എന്ത് ചെയ്യത്തില്ല, അപ്പൊ പ്രിൻസിപ്പളിന് സന്തോഷം, കർത്താവ് പിണങ്ങത്തില്ല. ഇനി ഒപ്പ് വെച്ചു, കർത്താവ് നമ്മളോട് എന്ത് ചെയ്യത്തില്ല, പിണങ്ങത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ എന്നെ കൂടെ ചേർത്തായി പറയാം. നമ്മൾ ചിന്തിച്ചു, ശരി ഇന്ന് നമുക്ക് എന്ത് ചെയ്യണ്ട, പോകണ്ട. നിങ്ങൾ ചിന്തിച്ചോണം, ഒരാഴ്ച നമ്മൾ ഉഴപ്പിയാൽ അടുത്ത ആഴ്ച നമുക്ക് അറ്റൻഡൻസ് എന്ത് ചെയ്യും, വരും. അടുത്ത ആഴ്ച നമുക്ക് തോന്നും, നമ്മൾ ഓട്ടോമാറ്റിക് രാവിലെ എഴുന്നേറ്റ് കൊച്ചിന്റെ കയ്യിൽ നിന്ന് വെച്ചു കൊടുക്കും, ഇന്ന് കൊച്ചിന് പനിയുണ്ടോ, ചൂടുണ്ടോ. ഇനിയിപ്പോ അവൻ തുമ്മിയില്ലേലും നമ്മൾ പറയും ഇവനൊരു ചെറിയ ചൂടൊക്കെ ഉണ്ടല്ലോ ഇന്ന്. ഇതാണ് കർത്താവ് പറഞ്ഞത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അതിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം, പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, മനഃപൂർവ്വം അതങ്ങ് വിട്ടുകളഞ്ഞു.
ഞാൻ പറഞ്ഞത് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും നാം അത് വൃഥാവായിട്ട് എന്ത് ചെയ്യരുത്, എടുക്കരുത്. മനസ്സിലായോ? നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ത്? കർത്താവിനെ ആരാധിക്കുക എന്നുള്ളത്. യേശു കർത്താവ് ശമരിയാസ്ത്രീ എടുക്ക വന്നു. ശമരിയാസ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ആരാധിച്ചുകൊണ്ടിരുന്നു. കർത്താവ് എന്നാ പറഞ്ഞേ? കൊള്ളാം, എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് അവിടെ പോയി ആരാധിക്കാൻ. അങ്ങനെയാ കർത്താവ് പറഞ്ഞത്. കർത്താവ് എന്നാ പറഞ്ഞേ? എന്നാ പറഞ്ഞേ? ചോദ്യം മനസ്സിലായോ? ശമരിയാസ്ത്രീയെ എടുക്കൽ യേശു ചെയ്യുന്നു അല്ലെ? കിണറിലെ വെള്ളം കോരുന്ന നമ്മള് പഠിച്ച ചരിത്രം പഠിച്ചിട്ടുണ്ട്. കർത്താവിനോട് സ്ത്രീ പറയുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. കർത്താവിന്റെ അന്തരം പറഞ്ഞു. യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം ഒരു മിനിറ്റ് 20-ാം വാക്യം ഒന്ന് വായിച്ച. 4:20 ഞങ്ങളുടെ പിതാക്കന്മാർ നമസ്കരിച്ചു വന്നു. നമസ്കരിക്കേണ്ടുന്ന സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളും അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. അടുത്തത് നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. മതി. നോക്കിക്കേ, ഇവിടെ സ്ത്രീ പറയുകയാണ്, ആ മലയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? നമസ്കരിച്ചു കൊണ്ടിരുന്നു. കർത്താവ് എന്നാ പറഞ്ഞേ? സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്ക. കർത്താവ് പറയേ, എന്റെ വാക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നേ. നിങ്ങൾ പിതാവിനെ നമ്മുടെ ഭാഗം വളരെ ശ്രദ്ധിക്കണം. ഇത് ആര് നേരിട്ട് പറയുന്നതാ? യേശു കർത്താവ് നേരിട്ട് പറയുന്ന ഭാഗമാണ്. ഈ സ്ത്രീ, ഇവള് ആള് ശരിയല്ലെങ്കിലും ഈ ആരാധനയെ കുറിച്ച് അല്പം ബോധമുള്ള ആളാണ്. കാരണം ഇവിടെ ആള് ശരിയല്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ അവള് പറയുക, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ, കേട്ടോ, അവക്ക് അവിടെ ആരാധനയെ കുറിച്ച് എന്ത് ചെയ്യാനില്ല, പറയാനില്ല. അവക്ക് പറയാനുള്ള എന്നാ? പിതാക്കന്മാരെ ഞങ്ങളുടെ പിതാക്കന്മാര് പാരമ്പര്യം പറയുന്ന പുള്ളിയാ. അവിടെ എന്ത് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികളാ, ആരാധിച്ചുകൊണ്ടിരുന്നവരാ. കർത്താവ് എന്നാ പറഞ്ഞേ? ഓ ശരി, നിങ്ങൾ ഭയങ്കര വിശ്വാസികളായിരുന്നില്ലേ, നിങ്ങൾ ഭയങ്കര ആരാധനയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കും. അങ്ങനെയാണോ കർത്താവ് ചോദിച്ചത്? കർത്താവ് പറഞ്ഞു, പെണ്ണുപിള്ള ഞാൻ പറയുന്ന ആദ്യം കേക്ക്, മിണ്ടായിരുന്നു. മനസ്സിലായോ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്. നിന്റെ പിതാക്കന്മാർ അവിടെ ആരാധിച്ചൊന്നും അല്ല കാര്യം, ഞാൻ പറയുന്ന ആദ്യം കേക്ക്. മക്കളെ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവ് പെണ്ണുപിള്ളയൊന്നും വിളിച്ചില്ല, ഞാൻ നമ്മുടെ ഭാഷയിലൊന്നും പറഞ്ഞതേ ഉള്ളൂ. അടുത്ത എന്നാ പറഞ്ഞ? കർത്താവ് പറഞ്ഞു, സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കാം. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യെരൂശലേം ദേവാലയം ഒക്കെ ഇടിഞ്ഞു പോകാനുള്ള സമയം എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കർത്താവ് അന്നത്തെ കാര്യം പറഞ്ഞ പോവാൻ പോവാ. അടുത്തത് കേട്ടോ, നിങ്ങൾ അറിയാത്തതിനെ എന്ത് ചെയ്യുക? എന്തിനാ നമസ്കരിക്കുന്നതെന്നോ, എന്തിനാ നമസ്കരിക്കുന്നതെന്നോ, എന്തിനാ പോകുന്നതെന്നോ ഇവർക്ക് ഒരു വെളിവും ഇല്ല. കർത്താവ് പറയുക, ഞങ്ങളോ അറിയുന്നതിനെ
അടുത്തത് സന്ധ്യ സത്യനമസ്കാരികൾ പിതാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും എന്ത് ചെയ്യണം? നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. നോക്കിക്കേ, കർത്താവ് നേരിട്ട് പറയുക, സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെ ആരാധിക്കണം? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കർത്താവ് പറഞ്ഞതിന് വല്ല പ്രസക്തിയുണ്ടോ? ഈ പറഞ്ഞ പോലാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്? ആണോ പറഞ്ഞത്? നമ്മുടെ ഇടയിൽ പോലും ഇതിനെന്തില്ലാതായി? പ്രസക്തി ഇല്ലാതായി. പിന്നെ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും. കർത്താവ് എന്ന യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ഏറ്റവും വലിയ ദേവാലയമായിരുന്നു. ഇന്ന് ലോകത്ത് കണ്ടതിൽ ഏറ്റവും മികച്ചതും ഏറ്റവും മനോഹരവും ഏറ്റവും ചെലവേറിയതുമായ ആലയമായിരുന്നു ഏത്? യെരൂശലേം ദേവാലയം. യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആടിനെയും മാടിനെയും വിൽക്കുന്നവര്, ഫൈനാൻസ് അല്ലേ, പ്രാവിനെ വിൽക്കുന്നവര്, ഇങ്ങനെ ഭയങ്കര പരിപാടി. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇതെല്ലാം നടക്കുന്നു എവിടെ? ദേവാലയത്തിൽ. ഇതാരുടെ അറിവോടായിരിക്കും നടക്കുന്നത്? അവിടുത്തെ മഹാപുരോഹിതൻ. ഞാൻ ചോദിക്കട്ടെ, പുരോഹിതൻ അറിയാതെ അവിടെ പരിപാടി നടക്കുമോ? നടക്കത്തില്ല. അവിടെ പൊന്മാണിപ്പക്കാരെ, അവരുടെ മേശകളെ കർത്താവ് എന്ത് ചെയ്തു? മറിച്ചിട്ട് കളഞ്ഞു. നമ്മളവിടെ വായിക്കുന്നു. അപ്പൊ ഈ ഫൈനാൻസ് പരിപാടി അവിടെ നടക്കുന്നുണ്ട്, പലിശ പരിപാടിയും ഇത് ഈ പണയ പരിപാടി എല്ലാം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം ഇതിന്റെ എല്ലാം കമ്മീഷൻ എങ്ങോട്ടാ പോകുന്നത്? ഇനി ഇതും ഇന്ന് നടക്കുന്ന ചാരി ചെയ്ത് നോക്കി, ഇതെങ്ങോട്ടാ പോകുന്നത്? അപ്പൊ ആലയത്തിനകത്ത് എന്താ നടക്കുന്നത്? ഇന്ന് ബിസിനസ് ഡീലുകളാണ് നടക്കുന്നത്, അല്ലേ? കർത്താവ് വന്നിട്ട് എന്നാ പറഞ്ഞു? കയറുകൊണ്ട് ചാട്ട ഉണ്ടാക്കി എല്ലാത്തിനെയും അടിച്ചില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അടിച്ചില്ല. കർത്താവ് എല്ലാത്തിനെയും എന്ത് ചെയ്തു? ഓടിച്ചു വിട്ടു. അടിക്കാൻ സമയം കിട്ടും, അപ്പോഴത്തെ അവർ ഓടിക്കളഞ്ഞു. ഇറക്കി വെളിയിൽ വിട്ടിട്ട് കർത്താവ് എന്നാ പറഞ്ഞു? എന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ അതിനെ എന്താക്കി മാറ്റി? കള്ളന്മാരുടെ. ആലയവും ബിസിനസ്സും തമ്മിൽ എന്തില്ല? ബന്ധമില്ല. പുരോഹിതനും ബിസിനസ്സുമായിട്ട് എന്തില്ല? ബന്ധമില്ല. പുരോഹിതനും ഫൈനാൻസ് പരിപാടിയായിട്ട് എന്തില്ല? ബന്ധമില്ല. പുരോഹിതൻ ആരുമായിട്ടായിരിക്കണം ബന്ധം? ദൈവവുമായിട്ട്. ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, പുരോഹിതൻ ദൈവത്തിന്റെ ദൂതൻ എന്നാ വചനം എഴുതിയേക്കുന്നത്. നമുക്ക് ഓർമ്മയുണ്ട് ഞാൻ പഠിപ്പിച്ചേ. അതിന്റെ തെളിവ് ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ദൂത് എഴുതുക എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ സഭ, എഫെസോസ് സഭയുടെ ദൂതന് എഴുതുക. ദൂതനാര്? അല്ല, ദൂതൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ദൂത് പറയുന്നത്. ദൈവം ദൂതന്മാരെ അയച്ചു. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ്സ്. മനസ്സിലായോ? ദൈവത്തെ നമ്മൾ വായിക്കുന്നു, പുരോഹിതൻ. മലാക്കി പ്രവചനത്തിൽ നമ്മളൊരു വാക്യം വായിക്കുന്നുണ്ട്. വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത്. ഒരു മിനിറ്റ് മലാക്കി 2:7 ഒന്ന് വായിച്ച്. മലാക്കി, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ മതി. അപ്പൊ ആരാ പുരോഹിതൻ? ആരാ? സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതൻ.
ദൂതന്റെ പ്രത്യേകത എന്നാ? മറിയയുടെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞു അല്ലെ? എന്തിനാ വന്നേ? ദൈവത്തിന്റെ വരാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവിക്കാൻ പോകുന്നത് എന്ത് ചെയ്തോണ്ടിയോ? മുന്നറിയിപ്പ് പറഞ്ഞു കൊടുക്കുക. റോജ എന്താ ചോദിച്ച? സോറി, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അതാണ് എന്ത് ചെയ്യേണ്ടത്? പറയേണ്ടത്. നമ്മളിവിടെ പറയുന്നു, നമ്മളെന്താ പറയുന്നത്? കർത്താവ് വരാൻ പോകുന്നു, നമ്മൾ എങ്ങനെ ആയിരിക്കണം. ഇപ്പൊ ദൂതൻ മറിയുടെ അടുക്ക വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. യോസഫിന്റെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, യോസഫിന്റെ അടുക്ക ചെന്നിട്ട് എന്താ പറഞ്ഞേ? അവൻ മറിയെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കാതിരിക്കൊണ്ട് തലേ രാത്രിയിൽ ദൂതൻ അവന് പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, യോസഫെ, നീ അവളെ എന്ത് ചെയ്യരുത്? ഉപേക്ഷിക്കരുത്. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. ഒരു വിശുദ്ധ പ്രജ ജനിക്കും. മറിയെടുക്ക വന്നിട്ട് പറഞ്ഞു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേരിടും. അടുത്ത പറഞ്ഞു, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ യേശു എന്ന് വിളിക്കും. വരാൻ പോകുന്നത് എന്ത് ചെയ്തു? കിട്ടിയത് എഫെസോസ് സഭയുടെ ദൂതൻ എഴുതുക. എഫെസോസ് സഭയോട് ദൈവത്തിന് പറയാനുള്ളത് അവിടുത്തെ ശുശ്രൂഷകരോട് പറഞ്ഞു കൊടുത്തു, നീ ഇത് സഭയോട് പറയണം. എന്നിട്ട് പറഞ്ഞു, നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടുക. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കണ്ടോ? അപ്പൊ ഇതാണ് ദൂത്. മാനസാന്തരപ്പെടുക, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുക. എന്തിൽ നിന്നെല്ലാം നാം മാറി നിൽക്കണം, എങ്ങനെ ഈ ഭൂമിയിൽ ജീവിക്കണം, ഇത് ജനത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതാ പുരോഹിതനെ ഉണ്ട്. ഇന്ന് പുരോഹിതന്മാർ ഇതെല്ലാം വിട്ടേച്ച് ബിസിനസ്സുകളിലേക്ക് ഇറങ്ങി, പല ഡീലുകളിലേക്ക് ഇറങ്ങി. അതുകൊണ്ട് യഹോശാഫാത്ത് ആഹാബ് കൂടെ കൊണ്ടുവന്ന പ്രവാചകൻ പറഞ്ഞ പോലെ, ഇസ്രായേൽ സൈന്യം ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിപ്പോകുന്ന ഞാൻ കാണുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ആടുകൾ എന്ത് ചെയ്തു? ചിതറിക്കിടക്കുക. അവരെ വചനം പറഞ്ഞു കൊടുത്ത് ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരേണ്ടുന്ന, മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന, അനുതാപത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ദൈവമാക്കിയ ഇടയന്മാർ, ദൈവമാക്കിയ പുരോഹിതന്മാർ, അവര് വേറെ ബിസിനസ്സിന് പോയി. പുരോഹിതന്റെ ഉത്തരവാദിത്വം ജനത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. വേറെ ഒന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല പുരോഹിതനെ കുറിച്ച്. എനിവേ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം ഒത്തിരി മുൻപോട്ട് പോയി. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച പഠിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആർക്കെങ്കിലും സാക്ഷികളെ പറയാനായിട്ട് താല്പര്യമുണ്ടോ?